യേശുവിൻ്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ തിരക്കി പിടിച്ച് നടന്ന് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യാൻ. അപ്പം തിരക്കി പിടിച്ച് നടന്ന് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് നാട്ടുകാരും വീട്ടുകാരും ചോദിക്കും, നിനക്കെന്ത് സംഭവിച്ചെന്ന് ചോദിക്കണത്. കാര്യം നല്ല ടൂറിസ്റ്റ് സ്പോട്ടിൽ കടയും അടച്ചിട്ടിട്ട് ഇവൻ കർത്താവിൻ്റെ ജോലി ചെയ്തുകൊണ്ട് അടക്കുകയും ഈ ഞായറാഴ്ച മുഴുവനും അല്ലാത്ത ദിവസം കിട്ടുന്ന സമയത്തെല്ലാം ആ കുടുംബത്തിലുള്ള 10-20 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ജേസൺ പറയണത് അവിടെ മുമ്പിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളല്ല സാക്ഷ്യം, ഞാൻ തന്നെയാണ് സാക്ഷ്യമെന്ന്. അതായത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ടല്ല അവർ ഉടമ്പടി എടുത്തത്, എന്താണ് എനിക്കുണ്ടായ മാറ്റം കണ്ടിട്ടാണെന്ന്, ഞാൻ തന്നെയാണ് സാക്ഷ്യമെന്ന്. അതാണ് അതായത് ഉടമ്പടി ഒരു വ്യക്തിക്കുണ്ടാക്കുന്ന മാറ്റങ്ങളെ. അവനിപ്പോൾ അശുദ്ധ സംഭാഷണങ്ങളില്ല, എല്ലാവരോടും സ്നേഹമായി പെരുമാറും, സഹായിക്കേണ്ടവരെ തിരക്കി പിടിച്ച് നടന്ന് സഹായിക്കും, സുവിശേഷ വേല ചെയ്യുന്നതിന് കൊതിയോടും ആർത്തിയോടും കൂടി നടന്ന് സുവിശേഷ വേല ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് ജേസൻ്റെ മനസ്സിൽ മാതാവ് ഒരു കാര്യം കാണിച്ചു. കാര്യം പരിചയമുള്ള 2 ഒരു ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് താമസിക്കുകയാണ്. കാര്യം അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്, പക്ഷേ ഇപ്പം കണ്ട തമ്മിൽ കുത്തിക്കൊല്ലും. ഭർത്താവ് ഭാര്യയെ കൊല്ലാൻ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെപ്പോഴും ഓർത്ത പ്രണയമൊക്കെ പറഞ്ഞ് ഭ്രാന്തി പിടിച്ച് നടക്കുന്ന ആൾക്കാർ ഓർക്കുക, അതിപ്പോഴത്തെ ഒരു ആവേശമാണ്. ആവേശം കെട്ടടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ആരാണെന്നൊക്കെ മനസ്സിലായി, അവരാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു കുന്തോ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൊല്ലാൻ നടക്കുകയാണ്. പണ്ട് അവരെ കെട്ടിക്കാത്തവരെ കൊല്ലാൻ നടന്ന പാർട്ടിയാണ് ഇപ്പം തന്നെത്താൻ തമ്മിൽ കൊല്ലാൻ നടക്കുകയാണ്. അപ്പം ജെയ്സനോട് മാതാവ് പറഞ്ഞ് അവരെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു. കാര്യം ഭർത്താവ് ഇടയ്ക്ക് നിന്ന് ഭാര്യ 35 വയസ്സ് അവർക്കുള്ളത് പേടിച്ച മറ്റേ മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. അപ്പോൾ അത്രയും വിഷമത്തിലാണ് അവർ താമസിക്കുന്നത്, സങ്കടപ്പെട്ട് താമസിക്കുകയാണ്. അപ്പം പല ആൾക്കാരും പോലീസും പാർട്ടിയും പള്ളിയും ഒക്കെ ഇടപെട്ടിട്ട് ഈ വിഷയത്തിൽ തീരുമാനമില്ല. ഇപ്പം ജേസൻ്റെ ഈ ഉപവിപ്രവർത്തനം സുവിശേഷ പ്രവർത്തനം എന്നൊക്കെ പറയണതേ, ദൈവം എപ്പോഴും നോക്കണത് പ്രൊഫഷണലി തയ്യാർ ഓക്കെയാണോ, അവർക്കത് ചെയ്യാൻ ബാധ്യത ഉണ്ടായിട്ട് അവർ ചെയ്യണതല്ല കാര്യം, മറിച്ച് അവർക്കത് വിളി ഉണ്ടാകണം. വിളിയും ബാധ്യതയും രണ്ടും 2 കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ കടലോരത്തൊരു അനക്കം ഉണ്ടായി ഓടിച്ചെല്ലും, എന്താ കാര്യം? അതിൻ്റെ വിളിയാണ്. ഞാൻ തുടങ്ങിയത് അവിടുന്നാണ്, ഞാൻ അവിടെ നിന്നാണ് കടലിൽ നിന്നാണ് തുടങ്ങിയത്, അതിൻ്റെ വിളിയാണ്. ആര് കടലും തിരക്കില്ല, ഞാൻ പോയി തിരക്കും. കാര്യം ഞാനൊരു ഓഫീസിൽ ഇരിക്കുന്നത് കൊണ്ടല്ല ഞാൻ തിരക്കണത്. ചിലർക്ക് ഓഫീസ് കൊടുത്താൽ മാത്രമേ അവരതിൻ്റെ അകത്ത് വരും. ഇപ്പോൾ വില്ലേജ് ഓഫീസർ വരും, തഹസിൽദാർ വരും, ബിക്കോസ് അവർക്ക് എൻ്റെ ഓഫീസുണ്ട്, അതുകൊണ്ട് വരുന്നതാണ്. ആ ഓരോ ഓഫീസില്ലെങ്കിൽ ഞാൻ പോകും. എന്താ കാര്യം? അത് വിളി വേറെ, ബാധ്യത വേറെ. ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്കൊരു തന്നെ ഒരു ഒഫീഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് നമുക്കൊരു ബാധ്യത ഉണ്ടാകും. വിളി വേറെയാണ്. ഉപവി എന്നൊക്കെ പറയുന്നതൊരു വിളിയാണ്. ഇപ്പം ജേസനെ സംബന്ധിച്ചിടത്തോളം വിളിയാണിത്. കാര്യം ഒരു വ്യക്തി, ക്രിസ്തു വിവാഹിതരായ വ്യക്തി പ്രത്യേകിച്ച്, അവർ പിരിഞ്ഞ് താമസിക്കുക പാപത്തിൻ്റെ മേഖലയിലാണ് അവർ താമസിക്കുന്നത്. അപ്പം തമ്മിൽ കണ്ട കൊല്ലാൻ നടക്കുന്ന ആൾക്കാരെ എങ്ങനെ യോജിപ്പിക്കാൻ എല്ലാവരും പരാജയപ്പെടുകയാണ്. കാര്യം ആ മിഷണറി അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ജെയ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് കിട്ടിയ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുള്ളിക്കാരൻ വചനം തുറന്നിട്ട്, മാതാവേ ഞാനിതിന് പോകണോ വേണ്ടയോ എന്ന് ചോദിക്കും. എന്നിട്ട് കണ്ണടച്ചിട്ട് ബൈബിള് കുത്തിവെക്കും. കുത്തി നോക്കുമ്പോൾ ബൈബിൾ നോക്കുമ്പോൾ മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ പോണത് കാണും. അപ്പം നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ എന്താണ്? ദൈവം സമീപസ്ഥനാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടെ നിന്ന് സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എന്ന് പറഞ്ഞേ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. വാക്ക് കണ്ട സെസ് ചെയ്തിരിക്കുകയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല, പിന്നെ ആർക്കാണ്? ഹൃദയ പരമാർത്ഥതയോടെ.
അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടനെ പോയിട്ട് അപ്പം തന്നെ എന്നാൽ അച്ഛൻ പറഞ്ഞല്ലേ എന്നാൽ കുത്തിയേക്കാന്ന് ചെയ്തിട്ട് കണ്ണ് ബാബാ അടിച്ചിട്ട് കുത്തും, ബൈബിളും കീറിപ്പോവും. അതെന്താ കാര്യം? ഹൃദയ പരമാർത്ഥതയുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ, ഒക്കുവോ എന്ന് നോക്കാൻ വേണ്ടി. അതല്ല ഹൃദയ പരമാർത്ഥത. ഇത് പരമാർത്ഥതയുണ്ട് ഇതിൻ്റെ അകത്ത്. എന്താ പരമാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ചെയ്യണം? ഇയാളെ കൊല്ലാൻ നിൽക്കുകയാണ്, വൈഫിനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കുകയാണ്. അയാളടുത്ത് വൈഫിനെ കൊണ്ടുവന്ന കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്വം പറയണ്ടേ? അപ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിട്ട് ബൈബിള് കൈ വെക്കുമ്പോൾ കാണുന്നത് മറിയം എലിസബത്തിൻ്റെ വീട്ടിലോട്ട് പോണതാണ്. അപ്പോൾ മനസ്സിലായി, നേരെ ഈ മനുഷ്യൻ ഈ ഭർത്താവിൻ്റെ അടുത്ത് കൊല്ലാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലും, ചെന്നിട്ട് നേരെ സംസാരിക്കും, കർത്താവിനാൽ അയക്കപ്പെട്ടവനായിട്ട് സംസാരിക്കും. കർത്താവിനാൽ അയക്കപ്പെട്ടവൻ സംസാരിച്ചു കഴിഞ്ഞാൽ ആളെ പെട്ടെന്ന് ഫ്ലാറ്റാകും. പിശാചിൻ്റെ പരിപാടി അതാണല്ല. കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അവൻ പതുങ്ങത്തില്ലേ? ചൈതന്യം കാണുമ്പോൾ പതുങ്ങുമില്ല. അപ്പോൾ ഉടനെ അയാൾ പതുങ്ങി. അയാൾ പറഞ്ഞ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത അകന്ന് പോയെന്ന് പറയും. അപ്പോൾ ജേസൺ പറയും, ഒരു ശരി, നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ഇത്തരം കൊല്ലാനിരിക്കണ ഭർത്താവിനെ വൈഫിൻ്റെ വീട്ടിൽ നേരത്തെ കൊണ്ടുവരിക. വൈഫിൻ്റെ വീട്ടിലല്ല, മരുമകൻ്റെ വീട്ടിൽ കൊടുക്കുകയാണ്. അപ്പം മരുമകനും മകളും കൂടി പറയും, എൻ്റെ അമ്മേനെ തന്നിവിടത്തില്ലേ, അവർ കൊല്ലുമെന്ന് പറയും. അപ്പം ജേസൺ പറയും, മാതാവ് വിളിച്ചിട്ടാണ് വരുന്നത്, കൊല്ലട തിന്നട ജീവിക്കുക, അപ്പം അമ്മ ജീവിപ്പിക്കുമെന്ന് പറയും. അപ്പം ആ വിഷയത്തിൽ കൃത്യമായ മറുപടിയാണ് പറയണത്. അല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നല്ല പറയണത്, കട്ടൻ്റെതായിട്ടാണ് പറയണത്. മാതാവാണിത് വിളിച്ചിരിക്കണത്, അതുകൊണ്ട് കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറയും. ഉടനെ അവർ ഇറങ്ങി വരും. അവരിറങ്ങി വന്നിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കും. ഇപ്പോൾ കുറേ നാളായി അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഉടമ്പടിയിലൂടെ ഉണ്ടാകുന്ന സുവിശേഷ വേല. ഇതാണ് ഇപ്പം അതായത് ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. സാക്ഷ്യത്തിൻ്റെ കാലാവസ്ഥകളുടെ പൊക്ക് കണ്ടില്ലേ, അത് തന്നെ ഒരു ധ്യാനമാണ്. അത് ഉടമ്പടി സാക്ഷ്യമെന്ന് ഞാൻ പറയത്തില്ല, ടിഷൻ നടത്തിയ ഒരു ഉടമ്പടി ധ്യാനമാണ്. കാര്യം ഓരോ സെക്ഷനിലും വളരെ ധ്യാനിപ്പിക്കണം നമുക്ക് തോന്നത്തില്ല, പക്ഷെ ധ്യാനം കൂടി ഇഫക്റ്റ് നമുക്കുണ്ടാകും. ഇന്ന് അപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടേക്കണത് ധ്യാനിപ്പിക്കണം നമുക്ക് തോന്നത്തില്ല, പക്ഷെ നമുക്കൊരു ധ്യാനം കൂടിയ കത്താർസിസ് ഉണ്ടാകും, ഒരു സ്പിരിച്വൽ കത്താർസിസ്. കാര്യം ഇതൊക്കെ ഇങ്ങനെയാണെന്നും ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും, അതായത് ഉടമ്പടിയുടെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ സാക്ഷ്യം എന്ന് പറയണത്. കാര്യം അത്രയ്ക്ക് സുന്ദരമായ രീതിയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് വിസ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ കാര്യം സക്സസ്സായി. കുറേ നാളായിട്ട് പെൻഡിങ്ങിൽ കിടന്ന വൈഫിൻ്റെ ജോലി സെറ്റായി. കണ്ടു നോക്കിയേ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എന്താ പറയണമെന്നറിയാവോ? വൈഫിൻ്റെ കാര്യം ആദ്യം സെറ്റാകാതിരുന്നതിൻ്റെ കാരണം ആ ഉടമ്പടിക്ക് ആശ്രയം കളഞ്ഞു പോയതെല്ലാം എന്താണ്? എന്നെക്കൂടി വിശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിച്ച കൊണ്ടാണ് ആദ്യത്തെ കാര്യങ്ങൾ നടക്കാതെ പോയെന്ന്. എന്തൊരു ജ്ഞാനമാണ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതാണ് അച്ഛൻ ആദ്യം പറഞ്ഞതിന്റെ കാരണം. ഉടമ്പടിയിൽ എപ്പോഴും നമ്മുടെ റിസ്ക് എന്ന് പറയണത് നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം. അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വെയിലത്തോ മഴയത്തോ എപ്പോഴാണ് ഈ പത്രമൊക്കെ കൊണ്ട് കൊടുക്കണം. പേരപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയും ചില ആൾക്കാർ അവിടെയും കൊടുത്ത് അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത് എത്ര പെട്ടെന്ന് ആ 18 നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. സൈക്കിൾ വന്ന് ബെല്ലടിച്ചു, ഞാൻ പറഞ്ഞു മാറി നിൽക്കുക, എൻ്റെ വില കുറ്റമില്ല, 1 2 3 അങ്ങനെ പത്രം കൊടുക്കണവരുണ്ട്. അങ്ങനെ പത്രം കൊടുക്കുക, എൻ്റെ വില കുറ്റമില്ല, 18 പേർക്ക് കൊടുത്ത്
ഇത് അങ്ങനെയല്ല, ചില ആൾക്കാർ നിന്ന് അവരുടെ അനുഭവങ്ങൾ പറയും. ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്താണ്? പത്രം കൊടുപ്പ് തന്നെയാണ് ഉടമ്പടിയിൽ. എന്താ കാര്യം? മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇതിൻ്റെ അകത്ത് വലിയ സംഭവം. നിങ്ങളുടെ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് 3 മാർക്കാണ്, സുവിശേഷ വേലയ്ക്ക് 20 മാർക്കാണ് ഉള്ളത്. അതാണ് വ്യത്യാസം വന്നിരിക്കണം. ഇവിടെ ഞാൻ പത്രം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ അമ്മ എന്നോട് പറഞ്ഞ് പത്ര പ്രേക്ഷിതത്വം തുടങ്ങണം. എന്ത് 2013 പറഞ്ഞാണ്. ഞാൻ വേളാങ്കണ്ണി നിൽക്കുമ്പോൾ വിജയകുമാറിനോട് ഞാൻ പറഞ്ഞു, അമ്മ പത്ര പ്രേക്ഷിതത്തെക്കുറിച്ച് ഹോസ്പിറ്റൽ മിഷനെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പം തഞ്ചാവൂരിൽ നിന്ന് ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് കയറി പോകുമ്പോൾ തിരിച്ച് കോയമ്പത്തൂരിലേക്ക് വരുമ്പോൾ വിജയകുമാർ ചോദിച്ചു, നമ്മളെ ഹോസ്പിറ്റൽ മിഷൻ നടത്തുമെന്ന് പറയുമ്പോൾ നമ്മളൊരു മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപിക്കുമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മിഷൻ ഹോസ്പിറ്റലൊന്നും നമ്മുടെ പരിപാടിയല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ സുവിശേഷ വേല ചെയ്യും. അതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് പത്രം കൊടുത്തു വിടും ഫ്രീ ആയിട്ട്. അപ്പോൾ ഉടനെ വിജയകുമാർ സാറ് 10,000 രൂപയുടെ 10,000 പത്രം അടിക്കാനുള്ള പൈസ വന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്ന് തങ്കച്ചേനൊക്കെ വിളിച്ചു കൂട്ടി, എല്ലാവരും സണ്ണി എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ജോമളെല്ലാം കൂടി ഇട്ട് തുടങ്ങി പരിപാടി. പത്രം കൊടുക്കാനുള്ളവർ, പ്രാർത്ഥിച്ചു കൊടുക്കാനുള്ളവർ വരാൻ പറഞ്ഞു. വരാമെന്ന് പകുതി മാത്രമേ കത്തോലിക്സ് വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പകുതിയോളം വന്നവരെല്ലാം നോൺ ക്രിസ്ത്യൻസ് ആയിരുന്നു. അവർ എല്ലാ സ്ഥലങ്ങളിലും പോയി കണ്ണ് കാണാൻ മേലാത്ത അപ്പാപ്പന്മാരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പത്രം വായിച്ചു കൊടുത്തവർ. കാര്യം എന്താണ്? വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് വേണം നമ്മൾ ഈ സംഭവം ചെയ്യാൻ. കർത്താവ് ചോദിക്കണത് എന്താണ്? നിങ്ങളെ ചോദിക്കുന്നിടത്തോളം തന്നെ കൊടുത്തിടത്തോളം തന്നെ തിരിച്ചു കിട്ടുമെങ്കിൽ പാപികൾക്ക് കടം കൊടുക്കത്തില്ലേ? നിങ്ങൾ വിശേഷ വിദ്യ എന്താണ് ചെയ്യണം? എല്ലാ കാര്യങ്ങൾക്കും എക്സ്ട്രാ എന്താണ് ചെയ്യണമെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഉടമ്പടിയിലുള്ള ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് വേണം ഉടമ്പടി ചെയ്യാൻ. എക്സ്ട്രാ എന്താണ് ചെയ്യണത്? ഇവിടുന്ന് പറയണ കാര്യങ്ങളല്ല. നിങ്ങൾ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയിൽ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്. അതാണ് നിങ്ങൾ രക്ഷപ്പെടുത്തത്തുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡാപ്പാണ് തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇവിടുന്ന് പറഞ്ഞത് കൂടാതെ എന്റേതായിട്ടുള്ള സ്വന്തമായി ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കണ്ട് മനസ്സിലാക്കി നടപ്പിൽ വരുത്തുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികടേ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഉടമ്പടി ഒരു ദൈവരാജ്യത്തിലെ വിരുന്ന് പോലെയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ കഥ നിങ്ങൾ വഴിക്കവലകളിലും നാൽക്കവലകളിലും ചെന്നിട്ട് കൊള്ളാവുന്നവരെയും കൊള്ളരുതാത്തവരെയും ഒക്കെ വിരുന്നിന് വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൊള്ളരുതാത്ത, ഇപ്പം ജെയ്സൺ തന്നെ ആദ്യത്തെ കാല ജീവിതങ്ങൾ മോശം ജീവിതമല്ല. മോശം ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പള്ളിയുണ്ട് അങ്ങക്ക് ചുറ്റും. ഒറ്റപ്പള്ളിയിലും പോയി കുർബാന കാണത്തില്ല, മുഴുവൻ കാണത്തില്ല. അതല്ലേ മോശം ജീവിതം എന്ന് പറയണ. അപ്പോൾ കൊള്ളാവുന്നവരെയും കൊള്ളരുതാത്തവരെയും ഒക്കെ മത്തായി 22:9-10. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെ എല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുശാല നിറഞ്ഞിരിക്കണ കണ്ടില്ലേ? അതിഥികളെ കൊണ്ട് കൊള്ളരുതാത്തവരും കൊള്ളരുതാത്തവരും എല്ലാം ഉണ്ട് വിരുന്നുശാല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്.
ഇനി യജമാനെ വിളിച്ചു ചേർത്ത് യജമാനം വരും, അപ്പോഴാണ് പ്രോബ്ലം. വായിച്ച്. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത കിടക്കുന്ന ചട്ടിങ്കലോ എന്താ കാര്യം? വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. ആ, രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, പല്ല് തേക്കാത്തവനെ, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു, മിണ്ടിയില്ല. അപ്പൊ അതിന്റെ കാര്യം 5-8-10 കേസുണ്ട്. 5-8-10 കേസുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ നിന്ന് തൽക്കാലം കേസിലും ജാമ്യത്തിനായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണത്. പക്ഷെ മനസ്സിരിപ്പ് എന്താണ്? ജാമ്യം കിട്ടിയാലും അവരുടെ പണി കൊടുക്കുമെന്ന്. അതല്ലേ? അതാണ് പ്രശ്നം. കൊള്ളരാകുന്നവരെയും കൊള്ളരുതാത്തവരെയും വിളിച്ചിരിക്കുകയാണ്. നിങ്ങളാരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ തെറ്റിൽ നിലനിൽക്കാൻ തീരുമാനിച്ചെങ്കിലേ. അടുത്ത ഭാഗം വായിച്ചേ. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു. ആരോട്? എന്താ? സ്നേഹിത, വിവാഹ വസ്ത്രം എവിടെയെന്ന്. എന്താ കാര്യം? കൃപയാണ് വിവാഹ വസ്ത്രം. ആദ്യം കൃപ നഷ്ടപ്പെട്ട കക്ഷികളാണ് ഇല കൊണ്ട് തുണി ഉണ്ടാക്കി, അത്തി ഇല കൊണ്ട് തുണി ഉണ്ടാക്കി ജീവിച്ചിട്ട് അവസാനം ദൈവം ഗെറ്റ് ഔട്ട് അടിച്ചത്. അടുത്ത ഗെറ്റ് ഔട്ട് അടി തന്നെ കണ്ടില്ലേ? ആദ്യം അവനെ ആദ്യത്തിനും ഗെറ്റ് ഔട്ട് അടിച്ചില്ലേ? എന്താ കാര്യം? ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചില്ല. അതുകൊണ്ട് പിന്നെ പുറത്തിറക്കിയപ്പോഴാണ് അവന്മാർക്ക് തുണിയില്ലെന്ന് മനസ്സിലായത്. അങ്ങനെ അത്തി ഇല കൊണ്ട് തുണി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആളെ പാക്ക് ചെയ്ത് ഇപ്പം വീണ്ടും യജമാനം കയറി വരുമ്പോൾ എന്താ പറയുക? വിവാഹ വസ്ത്രമില്ലാത്ത, കൃപയില്ലാത്ത ആൾക്കാരെ കണ്ടെത്തിയെന്ന്. അപ്പോൾ സ്നേഹിത എന്താ വായിച്ചോളൂ. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇത് ഞാൻ പറഞ്ഞതാണോ? അല്ല, കർത്താവിന്റെ നിലപാടാണ്. എൻ്റെ പേര് കൊച്ചുത്രേസ്യ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പാവർട്ടി ദേശത്ത് നിന്ന് വരുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 16/11/2022 ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മകന് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച ഒരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മകൻ ചെറിയ ക്ലാസ്സുകളിൽ 7 വർഷം മുന്നേ അവൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ മുതൽ അവന് സ്കൂളിൽ ഭയങ്കര പ്രശ്നങ്ങൾ, കുട്ടികളുമായുള്ള വികൃതി, അടക്കൊതുക്കമില്ലായ്മ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ അവനുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ ചെറിയ കുട്ടിയുടെ സ്വഭാവ രീതികളാവുമെന്ന് കരുതിയിരുന്നു. ക്ലാസ് വലുതായി 5ാം ക്ലാസ്സിലെത്തി. അപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഇത് കുറച്ചും കൂടി ഗൗരവതരമായി. സ്കൂളിൽ എന്നും അവൻ ഒരേ വികൃതികൾ കാണിച്ച് സ്കൂളിൽ നിന്ന് ക്ലാസ് ടീച്ചറും ഹെഡ് മാസ്റ്ററും എന്നും വീട്ടിലേക്ക് എന്നെ ഫോൺ വിളിച്ച് ഇവൻ്റെ പേരിൽ പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ട് എന്നും ഞങ്ങളുടെ കുടുംബം ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇവനാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ചയിൽ 1 ദിവസം അവൻ സ്കൂളിൽ പോയാൽ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവൻ വീട്ടിൽ അവനെ ഇരുത്തേണ്ട അവസ്ഥയിലായി. ഞങ്ങളും കുടുംബം അത്രയധികം വിഷമിച്ചു. പല ഡോക്ടർമാരെയും ഞങ്ങൾ കാണിച്ചു. ഹോമിയോ, ഇംഗ്ലീഷ്, അങ്ങനെ പലതും കാണിച്ചു. ഒരു രക്ഷയുമില്ലാതെ വീട്ടിൽ ഇരിക്കാൻ തന്നെ ഞങ്ങൾക്ക് സമാധാനമില്ലാത്ത അവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ കൃപാസനം പത്രം എൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ കയ്യിൽ കൊണ്ടു വന്നു. അതിൽ യൂട്യൂബിൻ്റെ ലിങ്ക് എടുത്ത് ഞാൻ ഒരു ദിവസം രാത്രി 2 മണി നേരത്ത് അതിൽ നിന്നും
പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉറക്കമുളച്ചിരുന്ന് എഴുതി ഞാൻ അന്നു മുതൽ ഈ 5:30 ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. ചൊല്ലി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വരണമെന്നുള്ളൊരാഗ്രഹമായി. ഞങ്ങൾക്ക് കൂടെ വരാൻ അന്ന് ആരുമില്ല, ഞങ്ങൾക്ക് വഴിയും കാര്യങ്ങളും ഒന്നും അറിയില്ല. പക്ഷെ പലരോടും ചോദിച്ചറിഞ്ഞ് ഞങ്ങളിവിടെ എത്തി ഉടമ്പടി എന്തായാലും ഉടമ്പടി എടുക്കണം, ഇനി അമ്മയുടെ അടുത്ത് മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ എന്നുള്ള വിഷമത്തിലാണ് ഞങ്ങളിവിടെ വന്നത്. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് പിറ്റത്തെ ദിവസം തന്നെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഈ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ തുടങ്ങി. ഇതിൽ പറഞ്ഞ നിബന്ധന പ്രകാരം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി പാലിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇവൻ്റെ പ്രശ്നങ്ങൾ അപ്പോഴും തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 മാസം കഴിഞ്ഞ് ഞങ്ങളിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. അങ്ങനെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയും ഇവന് കിട്ടി. അതിനുശേഷം ഇവൻ്റെ സ്കൂളിലത്തെ പരാതികൾ തന്നെ കുറഞ്ഞു തുടങ്ങി. പിറ്റത്തെ വർഷം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 6ാം ക്ലാസ്സിലാണ് അവന് പ്രശ്നങ്ങൾ കൂടിയിരുന്നത്. 7ാം ക്ലാസ്സിൽ ഇവൻ കടന്ന് 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ PTA മീറ്റിങ്ങിൽ ഇത്രയും പേരൻസിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, എബിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, അവൻ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, അവന് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് ഈ ക്ലാസ് ടീച്ചർ തന്നെ ഈ പേരൻസിൻ്റെ മുന്നിൽ വെച്ച് പറയുകയുണ്ടായി. അതിന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 13 വർഷമായി അവന് തലയിൽ ഒരു അലർജി രോഗം, മേല് മൊത്തം ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു. പിന്നെ അവസാനം തലയിലായി. എല്ലാ ദിവസവും ഇവൻ ചൊറിഞ്ഞ് അത് പൊട്ടിക്കും, അതിങ്ങനെ വെള്ളം ഒലിച്ചിരിക്കും, പിന്നെ പൊറ്റ കെട്ടണ പോലെയാവും. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് അടുത്ത ദിവസം തന്നെ ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ ഉടമ്പടി തൈലത്തിൽ നിന്ന് കുറച്ചെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ ഈ ചൊറിച്ചിൽ അനുഭവപ്പെട്ട ഭാഗത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ എവിടെയാണ് ഇവൻ്റെ ഈ ചൊറിച്ചിലുണ്ടായിരുന്നത് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ആ പാടുപോലുമില്ല, മാറിക്കിട്ടി. അതിനും പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു. 2 വർഷമായി ഒരു 2 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടബാധ്യതയുണ്ടായിരുന്നു. എന്നും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയും, നിങ്ങൾക്ക് ഹസ്ബൻഡ് മാത്രമാണ് ജോലിക്ക് പോകുന്നത്, അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് അമ്മ വീട്ടിൽ തരണം എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഒരു 3 ഉടമ്പടി പുതുക്കിയതിന് ശേഷം അതിൻ്റെ എല്ലാ കടബാധ്യതകളും തീർക്കാനുള്ള ഒരു വഴി അമ്മ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇതിന് പുറമെ കുറേയധികം അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ കുറേയധികം അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോയും കൂടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടെ നിന്നും കൃപാസനം പത്രം കൊണ്ടുപോയി മേടിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും കടകളിലും വീടുകളിലും ഒക്കെ കൊണ്ടുകൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായി ഓൾഡ് ഏജ് ഹോമിൽ ചെന്ന് അവിടെ രോഗികളെ കാണുകയും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുകയും പിന്നെ അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഇടയ്ക്ക് മേടിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ നിത്യരോഗി പോലെ ചില കുട്ടികൾക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള സ്ഥലത്തിലെ കുട്ടികൾക്ക് സീരിയസ് ആയ അസുഖം എന്ന് പറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ശരിയായ ആളുകളെ കണ്ട് ഞങ്ങൾ അവരെ ഫോൺ വിളിച്ച് കൃത്യമായി ചോദിച്ചറിഞ്ഞ് അവർക്ക് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ഒരു ശീലം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഈ ഉടമ്പടിയെടുത്ത അന്ന് മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം മുടക്കാറില്ല. പിന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇന്നേ വരെ മുടക്കിയിട്ടില്ല.
അങ്ങനെ എല്ലാ പകുതി സമയങ്ങളിൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഈശോയുമായി പ്രാർത്ഥിച്ചിരിക്കാൻ തോന്നാറുണ്ട്, കൊന്ത ചെല്ലാറുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള കഴിവ് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കഴിവും കൃപയും മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മ മാതാവിനോടും ഈശോയോടും ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു.